തൃശൂരിൽ കെ മുരളീധരന് 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് KPCC നേതൃയോഗത്തിൽ വിലയിരുത്തൽ. രണ്ടാം സ്ഥാനത്ത് LDF ആയിരിക്കുമെന്നാണ് നിഗമനം. 16 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പെന്നാണ് KPCCയുടെ കണക്കുകൂട്ടൽ. പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നേരിട്ടുവെന്നും ഇന്ന് ചേർന്ന KPCC യോഗം വിലയിരുത്തുന്നു. UDF 20-ൽ 20 സീറ്റുകളും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഇതിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നു മുതൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ വിലയിരുത്തലിലാണ് ഈ യോഗം എത്തിച്ചേർന്നത്. വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വലിയ ഒരു വർഗീയ വിദ്വേഷ പ്രചരണം നടക്കുകയാണ്. ശ്രീ ഷാഫി പറമ്പിലിന്റെ പേരിൽ ഒരു അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാണ് പ്രചരണം തുടങ്ങിയത്. മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ അവരുടെ ക്യാമ്പയിനെ നേരിടാനുള്ള പ്രചരണം ഏറ്റെടുക്കാൻ KPCC തീരുമാനിച്ചിരിക്കുകയാണ്. UDFന്റെ നേതൃത്വത്തിൽ 11-ാം തീയതി അവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത്. സലീം, എന്താണ് 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ KPCC യോഗത്തിന്റെ വിലയിരുത്തൽ? ഗോപി, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ 2020 എന്നൊരു നിലപാടിലായിരുന്നു UDF നേതാക്കൾ അത്രയും ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ആ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ KPCC നേതൃയോഗത്തിന് ശേഷവും ഏറെക്കുറെ ആ നിലപാടിൽ തന്നെ തുടരുകയാണ് നേതാക്കൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ കടുത്ത മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ അവിടെയും ഏറ്റവും അവസാന ലാപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളുണ്ടായിരുന്നു. 4ഓളം മണ്ഡലങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊക്കെയും അവസാന ലാപ്പിൽ കയറി വരാൻ കഴിയുമെന്നും 20,000-ൽ താഴെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇന്നത്തെ KPCC നേതൃയോഗം ുള്ളത്. മാത്രമല്ല, ഏറ്റവും ശക്തമായ മത്സരം നടന്ന തൃശൂർ മണ്ഡലത്തിൽ 20,000-ൽ കുറയാത്ത വോട്ടിന് ജയിക്കും എന്നുള്ളതാണ് KPCC നേതൃയോഗത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ചുമതലയുണ്ടായിരുന്ന TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവിടെ BJP 3-ാം സ്ഥാനത്താകും, LDF ആകും അവിടെ 2-ാം സ്ഥാനത്തേക്ക് എത്തുക. നാട്ടിക, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളിൽ മാത്രം VS സുനിൽകുമാർ ലീഡ് ചെയ്യും. ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കെ മുരളീധരൻ തന്നെ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, അതിൽ തന്നെ തൃശ്ശൂരിൽ BJP 2-ാം സ്ഥാനത്തെത്തും എന്നുള്ളതുമാണ് തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിലയിരുത്തൽ. അവിടുത്തെ ഈ സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയ ഈഴവ വോട്ടുകൾ ഇത്തവണ അത് VS സുനിൽകുമാറിലേക്ക് ഒരു വിഭാഗം വോട്ടുകൾ പോകും. മറ്റൊരു വിഭാഗം വോട്ടുകൾ കെ മുരളീധരനിലേക്കും എത്തും. മാത്രമല്ല, മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ അവസാന നിമിഷം മുഴുവനായി തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. മാത്രമല്ല, ഈ കടുത്ത മത്സരം നേരിട്ടു എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായത് പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിലാണ്. ഈ മണ്ഡലങ്ങളിലൊക്കെയും മത്സരത്തിന്റെ തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയും അവസാന നിമിഷം പരിഹരിച്ചു എന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. കണ്ണൂരിലാകട്ടെ അവിടെ ആദ്യഘട്ടത്തിലെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നേതൃയോഗത്തിൽ K സുധാകരൻ സ്വീകരിച്ച നിലപാട്. മാത്രമല്ല, സംസ്ഥാനത്തൊരു നിശബ്ദ തരംഗമുണ്ട്. ആ നിശബ്ദ തരംഗം ഭരണവിരുദ്ധ വികാരമാണ്. ആ വികാരം കൂടി അലയടിക്കുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ ആ വേവിനൊപ്പം വിജയിച്ച് കയറാനാകും. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത മറ്റ് ഒരു RSPയുടെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും മറ്റ് 2 മുസ്ലിം ലീഗിൻ്റെയും ആ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇന്ന് നടന്ന KPCC നേതൃയോഗത്തിൽ ഉണ്ടായത്. അതിനിടെ ചില വിമർശനങ്ങളും ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഈ മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അത്തരത്തിലൊരു പുനഃസംഘടന നടത്തിയത് ഈ താഴെത്തട്ടിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വലിയ നിലയിൽ ഈ പ്രചരണത്തിന് പോകുന്നതിനേക്കാൾ സ്ഥാനാർത്ഥികൾ സമയം ചെലവഴിക്കേണ്ടി വന്നത് അങ്ങനത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. അതൊരു തിരിച്ചടിയായി എന്ന് പല നേതാക്കളും പല സ്ഥാനാർത്ഥികളും പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. ഗോപി, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.